ഏത് തരത്തിലുമുള്ള ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി. പാക് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഒരു ഭീഷണിയെയും ഇന്ത്യ ഭയക്കുന്നില്ല. ഏത് ആക്രമണവും ശക്തമായ തിരിച്ചടി നൽകും. രാഷ്ട്രീയ ഇച്ഛാശക്തിക്ക് അനുസരിച്ച് തീരുമാനമെടുക്കുമെന്നും ഉപേന്ദ്ര ദ്വിവേദി വ്യക്തമാക്കി. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബിൾ, പാകിസ്ഥാനെതിരെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ദ്വിവേദിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ഉപേന്ദ്ര ദ്വിവേദിയുടെ പ്രതികരണത്തിന്റെ വിശദാംശങ്ങൾ എന്താണ്? ചെങ്കോട്ടയിൽ ഭീകരാക്രമണം നടന്നതിന് പിന്നാലെയാണ് എന്താണെങ്കിലും ഇപ്പോൾ ഉപേന്ദ്ര ദ്വിവേദി ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഏത് തരത്തിലുമുള്ള ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കും എന്നാണ് കരസേനാ മേധാവി വ്യക്തമാക്കുന്നത്. അതിർത്തി കടന്നുള്ള ഭീകരവാദം ഒരു വെല്ലുവിളി തന്നെയാണ്. പക്ഷേ ഒരു ഭീഷണിയെയും ഇന്ത്യ ഭയപ്പെടുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഏത് സമയവും ഇന്ത്യ സജ്ജമായി തന്നെ നിൽക്കുകയാണ്. അത്തരത്തിൽ ഒരു തരത്തിലുള്ള ഭീഷണിയെയും ഭയപ്പെടുന്നില്ല. തീവ്രവാദികളെയും ഒപ്പം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളെയും ഒരുപോലെ തന്നെയാണ് കാണുക. അവർക്കെതിരെ നടപടി ഒരുപോലെ തന്നെയാണ് ഉണ്ടാവുക. ചില രാഷ്ട്രീയ ഇച്ഛാശക്തികൾ ഇതിന് ആവശ്യമാണ് നടപടികൾക്ക് പിന്നിൽ. അക്കാര്യത്തിൽ ആ നടപടി അനുസരിച്ച് രാഷ്ട്രീയ ഇച്ഛാശക്തിക്ക് അനുസരിച്ച് നടപടിയെടുക്കുമെന്നും ഉപേന്ദ്ര ദ്വിവേദി വ്യക്തമാക്കുന്നതാണെങ്കിലും ആക്രമണമാണ് ഇപ്പോഴും പാക് ബന്ധം വളരെ കൃത്യമാണ്. അത്തരത്തിൽ അതിർത്തികളുള്ള ഭീകരവാദം എന്താണെങ്കിലും വലിയ വെല്ലുവിളി തന്നെയാണ് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടി വരും. ഭീകരാക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകും എന്നാണ് ഇപ്പോൾ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞിരിക്കുന്നത്. ചെങ്കോട്ട ആക്രമണത്തിന് ശേഷമുള്ള മുന്നറിയിപ്പാണ്. പാകിസ്ഥാനും ശക്തമായ മുന്നറിയിപ്പുണ്ട്. പാകിസ്ഥാൻ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കരസേനാ മേധാവി പറയുന്നത്. ചെങ്കോട്ട ആക്രമണത്തിൽ പാകിസ്ഥാനുള്ള പങ്ക് NIA മനസ്സിലായ പശ്ചാത്തലത്തിൽ കൂടിയാണ് കരസേനാ മേധാവിയുടെ പ്രതികരണം.